ഹലോ എവ്രിവൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കാറ്റഗറി 1 മലയാളത്തിന്റെ 2022 ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പറിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിഷയം പരിചയപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് സൂചിപ്പിച്ചതാണ്. ആ ഭാഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. ആകെ 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് നൽകുന്നത്. അപ്പം എങ്ങനെയാണ് 2022 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ഒരു കവിതയുടെ ചെറിയ ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ കവിത നമുക്ക് വായിക്കാം. 8ൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ക്ലാസ്സിൽ കുട്ടിരാമമേനോൻ മാസ്റ്റർ. കവിളിൽ കടുക്കന്റെ തുടുപ്പും നെറ്റിക്കരക്കാലുറുപ്പിക പോലെ ചന്ദനപ്പൊട്ടും മിന്നി. ശബ്ദിക്കെല്ലാരും വിരൽ മൂക്കുപാലത്തിൽ ചേർത്താൽ. അബ്ദുറഹ്മാൻ സാഹിബിൻ പ്രസംഗം ചെവികൊൾവിൻ. പിന്നെ മോതിര കൈകൾ വിടർത്തിക്കാട്ടും പത്രത്തിനുമേൽ മിഴിയൂന്നി വായിക്കാൻ തുടങ്ങുന്നു. അവസാനത്തെ പ്രഭാഷണത്തിൽ മുക്കത്ത് വച്ച് അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അറിയാം. അതായത് ഒരു കവിത ഭാഗം തരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. റീഡിംഗ് കോംപ്രഹെൻഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആദ്യം ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം കവിത വായിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ എളുപ്പമുള്ള മാർഗ്ഗമാണ്. നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ആ ചോദ്യങ്ങൾ വായിച്ചിട്ട് അതിലെ കീവേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം കവിത വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചോദ്യത്തിനനുസരിച്ചിട്ടുള്ള ഉത്തരം മാത്രം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് വായിക്കാം. അതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള മാർഗം. പക്ഷെ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ആദ്യം കവിത വായിക്കുന്നു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കവിത ഞാൻ വായിച്ചു. നിങ്ങൾ ഒരു തവണ വായിച്ച് നിർത്തരുത്. ശരിക്കും കവിത എന്ന് പറയുന്നത് 1-2 തവണ വായിക്കണം. പിന്നെ ഈ ഒരു കവിത നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഏത് ക്ലാസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കവിത തന്നെയാണിത്. ഇപ്പോൾ നമ്മുടെ കേരള സിലബസിലുള്ള കവിതയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 5 ചോദ്യങ്ങളാണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. ദിനപത്രവുമായി ക്ലാസ്സിലെത്തിയ അധ്യാപകന്റെ പേരെന്ത്? ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. കാരണം ആ കവിതയിൽ ഏറ്റവും ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് അല്ലേ, 8ൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു ക്ലാസ്സിൽ കുട്ടിരാമൻ മേനോൻ മാസ്റ്റർ എന്നുള്ള മാസ്റ്ററുടെ പേര് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ദിനപത്രവുമായി ക്ലാസ്സിലെത്തിയ അധ്യാപകന്റെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കുട്ടിരാമൻ മേനോൻ എന്നുള്ളതാണ് മാസ്റ്ററുടെ പേര്. അടുത്തത്, കവിതാ ഭാഗത്ത് പരാമർശിക്കുന്ന അവസാന പ്രഭാഷണം നടന്ന സ്ഥലം ഏതാണ്? ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏറ്റവും അവസാന ഭാഗത്തായിട്ട് പറയുന്നുണ്ട് അവസാനത്തെ പ്രഭാഷണത്തിൽ മുക്കത്ത് വച്ച് അദ്ദേഹം ഉദ്ഘോഷിച്ച ദൈവിക വചനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ മുക്കം എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് അവസാനത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ പ്രസംഗമാണ് ചെവി കൊള്ളാൻ പറയുന്നത്? അപ്പൊ കുട്ടിരാമൻ മേനോൻ മാസ്റ്റർ ക്ലാസ്സിലെത്തിയിട്ട് ഒരാളുടെ അതായത് അദ്ദേഹത്തിന്റെ ദൈവിക വചനങ്ങൾ കേൾക്കണം എന്ന് പറയുന്നുണ്ട്. അത് ആരുടെയാണ്? വീണ്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കവിതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരുടെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബിൻ പ്രസംഗം ചെവി കൊൾവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അബ്ദുറഹ്മാൻ സാഹിബ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഈ കവിതാ ഭാഗം വിശകലനം ചെയ്യുമ്പോൾ കണ്ടെത്താൻ കഴിയുന്ന ഭാവം എന്ത്? സ്നേഹമാണോ, അല്ലെങ്കിൽ വിദ്യാർത്ഥി സ്നേഹമാണോ, ആഢ്യത്വമാണോ, ദേശീയതയാണോ? എന്താണ്? കാരണം ഇവിടെ ഒരു ഓർമ്മ പുതുക്കലാണല്ലേ ഈ കവിത എന്ന് പറയുന്നത്. തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ മാസ്റ്റർ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ദൈവിക വചനങ്ങൾ പറഞ്ഞു തന്നൊരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ വിദ്യാർത്ഥിക്ക് കുട്ടിരാമൻ മേനോൻ മാസ്റ്ററോടുള്ള ഒരു സ്നേഹമാണ് കാണുന്നത്. അപ്പൊ അവരുടെ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? വിദ്യാർത്ഥി അധ്യാപക ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സ്നേഹമാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അടുത്തത്, കണ്ണ് എന്നതിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്?
ഇത് സമാന പദങ്ങൾ, അതായത് ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പൊ കണ്ണ് എന്നതിന്റെ പര്യായമായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണെന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എല്ലാം കണ്ണിന്റെ പര്യായങ്ങളാണ്. അപ്പൊ ഇവിടെ എടുത്ത് ചോദിക്കുന്നത് എന്താണ്? കണ്ണ് എന്നതിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത് എന്നുള്ളതാണ്. അപ്പൊ കവിത നോക്കിയിട്ട് ആ കവിതയിൽ ഈ പദങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ കവിത നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ പത്രത്തിനുമേൽ മിഴിയൂന്നി വായിക്കാൻ തുടങ്ങുന്നു. അപ്പൊ മിഴിയൂന്നി എന്ന് പറയുന്ന സമയത്ത് എന്താ? കണ്ണൂന്നി. കണ്ണ് എന്ന പദത്തിന് പകരം ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പര്യായ പദം എന്ന് പറയുന്നത് മിഴി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടതാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയാ ചോദ്യം വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗമാണിത്. കവിതയാണെങ്കിലും ഗദ്യമാണെങ്കിലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കവിതയാണെങ്കിലും ഗദ്യമാണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു കവിതാഭാഗമായിരുന്നു. അതിൽ നിന്ന് 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ശ്രദ്ധിച്ചുള്ള വായനയിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ആ കവിതയിൽ നിന്നും പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഗദ്യഭാഗമാണ്. ഞാൻ പറഞ്ഞു പദ്യത്തിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഗദ്യത്തെ ഒരു പാസേജ് തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും 5 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഗദ്യം ഒന്ന് വായിച്ചു നോക്കണം. ഗദ്യം പദ്യത്തിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണല്ലേ. കാരണം നമുക്ക് വായനാശീലമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഗദ്യം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസർ എടുത്തെഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ആ ഗദ്യം വായിക്കാം. സാർവലൗകികത്വം ശ്രീനാരായണ ഉപദേശങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ചക്രവാളം പോലെ അടുക്കും തോറും അവ കൂടുതൽ വിസ്തൃതമാകും. യാതൊരു സംശയവും കൂടാതെ ആർക്കും മനസ്സിലാകത്തക്ക വിധം ഏറ്റവും ലളിതമായ ഭാഷയിലാണ് അവ രചിച്ചിരിക്കുന്നത്. അതേസമയം സൂത്രവാക്യ സദൃശമായ അർത്ഥഗാംഭീര്യവും അവയിൽ കാണാം. മേൽ പറയുന്നത് പാമര ജനങ്ങളുടെ ഉള്ളിൽ കുറിക്കു കൊള്ളണമെന്ന് ഗുരു കരുതിയിരുന്നു. സ്വതേ മൗനിയാണെങ്കിലും അല്പഭാഷണം കൊണ്ട് ശ്രോതാക്കൾക്ക് സംശയ നിവൃത്തി വരുത്താൻ അദ്ദേഹം അതിവിദഗ്ധനായിരുന്നു. ചിലപ്പോൾ ചില ഉദാഹരണങ്ങളിൽ കൂടി ആയിരിക്കും ആശയാവിഷ്കരണം നടത്താറുള്ളത്. അങ്ങനെയാണ് അത് അവസാനിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഗദ്യഭാഗം വളരെ ലളിതമായിട്ടുള്ളൊരു ഗദ്യഭാഗമാണ്. ഇത് വായിക്കുന്ന സമയത്ത് തന്നെ ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശൈലി എങ്ങനെയാണ് ഇത്രത്തോളം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു പ്രാസംഗികൻ എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ തത്വങ്ങളൊക്കെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒരു സമുദായത്തെ മുഴുവൻ പരിഷ്കരിക്കാനും ശ്രീനാരായണ ഗുരുവിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് അദ്ദേഹത്തെ സഹായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗദ്യഭാഗമാണുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. അപ്പൊ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കുറിക്ക് കൊള്ളുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണെന്ത്? കുറിക്ക് കൊള്ളുക എന്ന് പറയുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. കൃത്യമായി മനസ്സിലാവുക, പറയാതെ പറയുക, വളച്ചു പറയുക, ആശയാവിഷ്കാരം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കവിതയിൽ 5 ചോദ്യങ്ങൾ വന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. പക്ഷെ ഇവിടെ ഗദ്യത്തിൽ കുറിക്ക് കൊള്ളുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളത് ചോദിച്ചതുകൊണ്ട് അത് നമ്മൾ വീണ്ടും ഗദ്യം വായിച്ചതുകൊണ്ട് മനസ്സിലാവില്ല. പകരം ഈ ഒരു പ്രയോഗം നമ്മൾ പ്രയോഗിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ മാത്രമേ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവിടെ കൃത്യമായി മനസ്സിലാവുക എന്നുള്ളതാണോ, പറയാതെ പറയുക എന്നുള്ളതാണോ, വളച്ചു പറയുക എന്നുള്ളതാണോ, ആശയാവിഷ്കാരം എന്നുള്ളതാണോ ഉചിതമായിട്ടുള്ള ആൻസർ? തീർച്ചയായിട്ടും ഓപ്ഷൻ എ ആണ്. കാരണം എന്താണ്? ഒരു പ്രഭാഷകൻ അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം എന്ത് തന്നെ പറയുകയാണെങ്കിലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റണം. അവിടെ എടുത്തു പറയുന്നുണ്ട് പാമരന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും. ഈ പാമരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പോലും കാര്യം മനസ്സിലാവണം. അപ്പൊ അതിനെന്താണ്? ഏറ്റവും ലളിതമായിട്ട് പറയണം എന്നുള്ള കാര്യമാണ്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കുറുക്കി കൊള്ളുക എന്ന പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പറയാതെ പറയുക എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രാസംഗികന്റെ
എന്താണ് സ്വഭാവമല്ല. കാരണം അയാളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, കേൾക്കാനിരിക്കുന്ന ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ പറയാതെ പറയുക എന്ന് പറയുന്നത് പാമരന്മാർക്ക് കാര്യം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളച്ചു പറയുക എന്നുള്ളതും ഒരു പ്രഭാഷകന്റെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. കാരണം എന്താണ്, ആശയം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ വളച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടക്കില്ല. പിന്നെ ആശയാവിഷ്കാരം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ യോജിച്ച് നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാവുക, പാമരന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രഭാഷണം നടത്തണം. ആ ഒരു രീതിയിലാണ് കുറുക്കിക്കൊള്ളുക എന്നുള്ള പ്രയോഗം ഗദ്യത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഗദ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗുരു ഉപയോഗിച്ച ഭാഷയുടെ പ്രത്യേകതയായി പറയുന്നത് എന്ത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് വരുന്നത് വിസ്തൃതം, സ്നേഹം, അല്പഭാഷണം, ലളിതം എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഗദ്യത്തിൽ പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരു സംശയവും കൂടാതെ ആർക്കും മനസ്സിലാകത്തക്ക വിധം ഏറ്റവും ലളിതമായ ഭാഷയിലാണ് അവ രചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രചനാ സവിശേഷതയായിട്ട് പറയുന്നത് ലാളിത്യമാണ്. അപ്പൊ ഇവിടെയാണ് അതാണ് ചോദിക്കുന്നത്, ഗുരു ഉപയോഗിച്ച ഭാഷയുടെ പ്രത്യേകതയായി പറയുന്നത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ അല്പഭാഷണം എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ലളിതമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ലളിതോദാഹരണങ്ങൾ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ലളിതോ പ്ലസ് ദാഹരണങ്ങൾ, ലളിത പ്ലസ് ദാഹരണങ്ങൾ, ലളിത പ്ലസ് ഉദാഹരണങ്ങൾ, ലളിതോ പ്ലസ് ഉദാഹരണങ്ങൾ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ലളിത പ്ലസ് ഉദാഹരണങ്ങൾ, ഇത് നമുക്ക് വായിക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. ഇതാണ് അതിലാകെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, പണ്ഡിതൻ എന്ന വാക്കിന്റെ വിപരീത പദം ഈ ഖണ്ഡികയിൽ പ്രയോഗിച്ചിരിക്കുന്നത് കണ്ടെത്തി എഴുതുക. ജ്ഞാനി, പാമരൻ, ശ്രോതാവ്, മൗനി. അപ്പൊ പണ്ഡിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ള ആള് എന്നുള്ളതാണ്. പാമരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്ത ആള്. അത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പദം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പാമരൻ എന്നത്, അല്ലെ? അപ്പൊ പാമരൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പണ്ഡിതന്റെ നേരെ വിപരീതമാണ്. അതായത് നമ്മളൊരു പ്രഭാഷണം നടത്തുന്ന സമയത്ത് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, അതിൽ പാമരന്മാരായിട്ടുള്ള ആളുകൾ കൂടെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടെ കാര്യം മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ടാണ് പറയേണ്ടത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ പണ്ഡിതൻ എന്ന വാക്കിന്റെ വിപരീത പദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പാമരൻ എന്നുള്ള പദമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഉപദേശങ്ങളുടെ ഒരു പ്രത്യേകതയായി പറയുന്നത് എന്ത്? അത് ഈ ഗദ്യം തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്. സാർവലൗകികത്വം ശ്രീനാരായണ ഉപദേശങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സാർവലൗകികത്വം എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഈ സാർവലൗകികത്വത്തിന്റെ അർത്ഥം എന്താണ്? സാർവലൗകികത്വം എന്ന് പറഞ്ഞ് സമകാലികത്വം, ലാളിത്യം, സാർവലൗകികത്വം, സാരോപദേശം. ആൻസർ എന്ന് പറയുന്നത് സാർവലൗകികത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലങ്ങളിലും പ്രയോജനപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും, അത് ഈ കാലത്താണെങ്കിലും ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിലാണെങ്കിലും കഴിഞ്ഞ നൂറ്റാണ്ടിലാണെങ്കിലും ഒക്കെ പ്രയോഗിക്കാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ ആ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാവുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ സാർവലൗകികത്വം എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശങ്ങളുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഗദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പൊ പദ്യവും ഗദ്യവും നമ്മൾ പരിചയപ്പെട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, അപ്പൊ 10 ക്വസ്റ്റ്യൻസ് ആ ഒരു മേഖലയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ആ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവം എന്താന്നുള്ളത് നോക്കാം. ഇവിടെ എന്താ ചോദ്യം? വിദ്യാലയത്തിലെ സർഗവേളയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രവർത്തനം. ക്വസ്റ്റ്യൻ എപ്പോഴും നല്ല ശ്രദ്ധിച്ചു വായിക്കണം. വിദ്യാലയത്തിലെ സർഗവേളയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രവർത്തനം എന്നുള്ളതാണ് ചോദ്യം. മഴപ്പതിപ്പ് പ്രദർശനം, കഥ പറയൽ, രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം, കവിതാലാപനം. അപ്പൊ ഈ സർഗവേള എന്ന് പറഞ്ഞ സർഗാത്മകത എന്ന് പറയുന്നത് എന്താണ്? അത് ഭാവനയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതെല്ലാം മഴപ്പതിപ്പിന്റെ പ്രദർശനമാണെങ്കിലും കഥ പറയലാണെങ്കിലും കവിതയുടെ ആലാപനമാണെങ്കിലും ഇതൊക്കെ സർഗാത്മകതയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം എന്ന് പറയുന്നത് സർഗാത്മകതയായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും.
രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം എന്ന് പറയുന്നത് വിദ്യാലയത്തിലെ സർഗവേളയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തൊരു പ്രവർത്തനമാണ്. ബാക്കിയെല്ലാം വിദ്യാലയത്തിലെ സർഗവേളയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജാതി വർഗ പാരമ്പര്യം അവകാശപ്പെടുന്ന പാട്ടുകൾക്ക് പേരെന്ത്? പണിപ്പാട്ടുകൾ, സാമുദായിക പാട്ടുകൾ, വിനോദ പാട്ടുകൾ, അസംബന്ധ പാട്ടുകൾ. ഇവിടെയും പറയുന്നുണ്ട് ജാതി വർഗം എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ജാതി വർഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്താണ്? സാമുദായിക പാട്ടുകൾ എന്ന് പറയുന്നത് സമുദായത്തിന്റെ പാട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ജാതി വർഗ പാരമ്പര്യം അവകാശപ്പെടുന്ന പാട്ടുകൾക്ക് പറയുന്ന പേരെന്താണ്? സാമുദായിക പാട്ടുകൾ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആചാര അനുഷ്ഠാനങ്ങൾ എന്ന സമസ്ത പദം വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇത് പ്രായോഗിക വ്യാകരണത്തിലെ സമാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ആചാര അനുഷ്ഠാനങ്ങൾ എന്നത് വിഗ്രഹിക്കുമ്പോൾ, വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ്? പൂർണ്ണമായ അർത്ഥത്തിൽ എഴുതുന്നതിനെ യോജിച്ച് എഴുതിയിട്ടുള്ള, അതായത് കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുള്ള ഒരു പദത്തെ പൂർണ്ണമായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്ന സമസ്ത പദത്തെ എങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് എഴുതാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. എലിമിനേഷൻ പ്രോസസ്സാണ് ഈ സമാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് എത്താൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻസ് വായിക്കാം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ആചാരത്തോടുള്ള അനുഷ്ഠാനം, ആചാരത്തിലെ അനുഷ്ഠാനങ്ങളും, ആചാരങ്ങളുടെ അനുഷ്ഠാനം. ബാക്കിയൊക്കെ നമുക്ക് വായിക്കുന്ന സമയത്ത് തന്നെ തെറ്റാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അതാണ് ആചാരാനുഷ്ഠാനങ്ങൾ എന്ന പദത്തെ വിഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തത്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ പ്രായോഗികമായിട്ട്. അപ്പോൾ ഒരാൾ മുഴുവനായിട്ട് പഠിക്കാത്ത ഒരാൾക്ക് പോലും ചിലപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. കാരണം ഒക്കെ പ്രായോഗിക തലത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അളമുട്ടിയാൽ ചേരയും കടിക്കും. ഈ വാക്യത്തിൽ അളമുട്ടുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്ത്? അപ്പൊ ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം നമുക്ക് അറിയുവാണെങ്കിൽ ഈ ഒരു അളമുട്ടുക എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. വഴി തടയുക, ഗത്യന്തരം ഇല്ലാതാവുക, വടി കൊണ്ടടിക്കുക, വീമ്പ് കാട്ടുക. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഗത്യന്തരം ഇല്ലാതാവുക. അതായത് ഗത്യന്തരം, ഒരു ഗതി ഇല്ലാതായാൽ മാത്രമേ ആര് കടിക്കുകയുള്ളൂ? ചേര കടിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ അളമുട്ടുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗത്യന്തരം ഇല്ലാതാവുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആര്? പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി എഴുത്തച്ഛനാണ്. പിന്നെ ബാക്കിയുള്ള ആളുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, ഇവരെയാണ് നമ്മൾ പ്രാചീന കവിത്രയം എന്ന് പറയുന്നത് അല്ലേ. ഇരയിമൻ തമ്പി ആരാണ്? ഓമനത്തിങ്കൽ കിടാവോ എന്ന് പറയുന്ന താരാട്ടുപാട്ട് എഴുതിയിട്ടുള്ള ആളാണ് ഇരയിമൻ തമ്പി എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ എഴുത്തച്ഛൻ എന്നുള്ളതാണ്. നെക്സ്റ്റ്, കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചെണ്ട, ശുദ്ധമദ്ദളം, തിമില, ചെങ്ങില. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ച ഒരാൾക്ക് മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം കഥകളി വാദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൽ ഏതാണ് അതിൽ വരാത്തത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കണം, കഥകളി വാദ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് തിമിലയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഇൻഫർമേഷന് വേണ്ടിയിട്ട് കഥകളി വാദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചെണ്ട, ശുദ്ധമദ്ദളം, ചെങ്ങില, ഇലത്താളം, ഇത് 4 കഥകളി വാദ്യങ്ങളാണ്. അപ്പൊ അതില് തിമില എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഇതിൽ പെടാത്തത്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, എന്തൊക്കെയാണ് കഥകളി വാദ്യങ്ങൾ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, ആസ്വാദനക്കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകമായി പരിഗണിക്കാവുന്നത് ഏത്? ഓപ്ഷൻ എ ചർച്ചയിലെ പങ്കാളിത്തം, ഓപ്ഷൻ ബി ഉച്ചാരണ ശുദ്ധി, ഓപ്ഷൻ സി അക്ഷരവടിവ്, ഓപ്ഷൻ ഡി സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കണം. ആസ്വാദനക്കുറിപ്പിന്റെ വിലയിരുത്തൽ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ആസ്വാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്?
അവിടെ ചർച്ച നടത്തേണ്ട ആവശ്യമുണ്ടോ? ആസ്വാദനം എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലേ. നമ്മളിപ്പോൾ ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയാണെങ്കിൽ അതിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിപരമായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അവിടെ ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചർച്ചയിലെ പങ്കാളിത്തം എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷൻ അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഉച്ചാരണ ശുദ്ധിയാണ്. ഈ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ. കൃത്യമായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടോ? നമുക്ക് കഴിയോ? എങ്ങനെയാണ് ഒരു കാര്യം ആസ്വദിച്ചത് എന്നുള്ളത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഓപ്ഷൻ സി ആണ്, അക്ഷരവടിവ്. നമ്മൾ ആസ്വാദനക്കുറിപ്പ് നമുക്ക് എഴുതാനുള്ള ചോദ്യം വളരെ ചെറിയ ക്ലാസ് മുതലേ ചോദിക്കുന്നതാണ്. നമ്മളെല്ലാവരും ആസ്വാദനക്കുറിപ്പ് ഒരേ പാറ്റേണിൽ എഴുതി പോവാറുണ്ട്. അപ്പൊ അതിൽ അക്ഷരവടിവാണ് പറയുന്നത്. നമുക്ക് നല്ല അക്ഷരത്തിൽ എഴുതിയത് ആസ്വാദനക്കുറിപ്പ് ആകുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അല്ല, ഒരിക്കലും ആവില്ല അല്ലെ. നല്ല വൃത്തിയിൽ ഒരാൾ എഴുതിയെന്ന് വെച്ചിട്ട് അതൊരു നല്ല ആസ്വാദനക്കുറിപ്പ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ഓപ്ഷൻ സി എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ഓപ്ഷൻ ഡി വായിക്കാം. അപ്പൊ എന്തായാലും ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി എന്നുള്ളതാണ്, സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ. അതാണ് അതായത് നമ്മളൊരു കാര്യം ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ എഴുതിയിട്ടുള്ള ആൾ അല്ലെങ്കിൽ അത് ഒരു കലാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. അതാണ് സവിശേഷ പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. ആ സവിശേഷ പ്രയോഗങ്ങൾ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയാൽ മാത്രമേ ആസ്വാദനം എന്ന് പറയുന്നത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ ഈ കൊടുത്തിട്ടുള്ളതിൽ ഓപ്ഷൻ ഡി എന്ന് പറയുന്നതാണ് ആസ്വാദനക്കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകമായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ബാക്കി മൂന്നും എന്താണ്, ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ആസ്വാദനവുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവും പുലർത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ ഒരു പക്ഷേ സ്വാധീനം ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഏറ്റവും അധികം ഇതിന് യോജിച്ച് നിൽക്കുന്ന ഒന്നെന്ന് പറയുന്നത് സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഠനത്തെ സജീവ പ്രക്രിയയായും അറിവിന്റെ നിർമ്മാണമായും വീക്ഷിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ഏത്? ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ആൻസർ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഇതും ഞാൻ പറഞ്ഞല്ലോ, ആ സിദ്ധാന്തങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം എഴുതാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചിലത് എന്താണ്, പ്രായോഗികമായിട്ട് നമുക്ക് നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇതും പഠിച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വികാര വിരേചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകൻ ആര്? ഓപ്ഷൻ എ പ്ലാറ്റോ, ഓപ്ഷൻ ബി കീറ്റ്സ് ആയിരിക്കും ഉദ്ദേശിച്ചത്, കീറ്റ്സ് ആണ്. ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി വില്യം ഷേക്സ്പിയർ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ അരിസ്റ്റോട്ടിലാണ് വികാര വിരേചന സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്തത് യോഗ്യൻ എന്ന് നടിക്കുക എന്ന ആശയം ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശൈലി ഏത് എന്നുള്ളതാണ് ചോദ്യം. നല്ല പിള്ള ചമയുക, നാക്കിന് നീളമേറുക, നാരദക്രിയ, നിഷ്കണ്ടകൻ. അപ്പോൾ യോഗ്യൻ എന്ന് നടിക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഓപ്ഷനിൽ കൃത്യമായിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏതാണ് ആൻസർ? നല്ല പിള്ള ചമയുക എന്നുള്ളതാണ് അല്ലെ. യോഗ്യനായിട്ട് നടിക്കുക, നല്ല പിള്ള ചമയുക. അപ്പൊ ഇത് രണ്ടും ഏകദേശം ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന രണ്ട് ശൈലികളാണ്. വാക്കിന് നീളമേറുക എന്നൊക്കെ പറയാം, നമ്മൾ തക്കുത്തരം പറയാം, അല്ലെങ്കിൽ അല്പഭാഷണം അല്ലാതെ ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ പറയുന്നതാണ്. നാരദക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെ തമ്മിൽ പരദൂഷണം എന്നൊക്കെ പറയില്ലേ, തെറ്റിക്കാൻ വേണ്ടി പറയുന്നത്. നിഷ്കണ്ടകൻ എന്ന് പറഞ്ഞാൽ അതിക്രൂരനായിട്ടുള്ള ഒരാളെ പറയുന്നതാണ്. അപ്പൊ അതുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. ഇവിടെ യോഗ്യൻ എന്ന് നടിക്കുക എന്ന അതേ ആശയത്തിൽ പ്രയോഗിക്കുന്ന ശൈലി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ശൈലി എന്ന് പറയുന്നത് നല്ല പിള്ള ചമയുക. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ശൈലികൾ തന്നെയാണ്. ഓക്കെ, അടുത്തത് കവിതയിലെ വരികളാണ്. അപ്പൊ ഇത് സാധാരണ നമ്മുടെ ചോദ്യപേപ്പറിൽ കാണാറുണ്ട്. അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. പ്രശസ്തമായിട്ടുള്ള വരികൾ മാത്രമാണ് ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ആ വരി ഒന്ന് വായിച്ചു നോക്കാം. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന വരികൾ ആരുടേതാണ്? വയലാർ, ഇടശ്ശേരി, കുമാരനാശാൻ, ചങ്ങമ്പുഴ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ആരുടെ വരിയാണ് എന്നുള്ളത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന് പറയുന്ന കവിതയിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നുള്ളത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് വരികളൂടെ ഞാൻ ജസ്റ്റ് പറയാം. വയലാറിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വരികളാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നുള്ളത്. അപ്പൊ അത് ഒന്ന് കുറിച്ചു വെക്കുക, വളരെ പ്രധാനപ്പെട്ട വരിയാണ്. ഇടശ്ശേരിയുടെയാണ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ശക്തിയുടെ കവി എന്നാണ് ഇടശ്ശേരി അറിയപ്പെടുന്നത്.
ആശാനെ കുറിച്ച് അറിയാം. സ്നേഹത്തെ കുറിച്ച് ഒരുപാട് വരികൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട വരി മാത്രം ഞാൻ പറയാം. സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ എന്ന് പറയുന്നത് കുമാരനാശാനാണ്. അപ്പൊ ഈ രീതിയിൽ പ്രധാനപ്പെട്ട വരികൾ ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി നോക്കുക. പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണ്, ആ കവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള വരികൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, സമഗ്ര ഘടകങ്ങളിൽ നിന്ന് ലളിതമായ ഘടകങ്ങളിലേക്ക് എന്ന സമീപനത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. സമഗ്ര ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഘടകങ്ങളിൽ നിന്നും ഏറ്റവും ലളിതമായിട്ട് പോകുന്ന ആ രീതിയിൽ നമ്മൾ ഈ ഡിക്രീസിങ് ഓർഡർ എന്നൊക്കെ പറയില്ലേ, ഡിക്രീസിങ് എന്നുള്ളതല്ല, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളതെന്ന് ചെറുതായിട്ട് പോകുന്ന, അങ്ങനെ എങ്ങനെയാണ് ഈ ഇതിൽ ഏത് ഓപ്ഷനാണ് ആ രീതിയിൽ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഞാൻ വായിക്കാം. അക്ഷരം, വാക്ക്, വാക്യം. വാക്ക്, അക്ഷരം, വാക്യം. അക്ഷരം, വാക്യം, വാക്ക്. വാക്യം, വാക്ക്, അക്ഷരം. അപ്പൊ ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? അപ്പൊ ഏറ്റവും ആദ്യം വരേണ്ടത് ഏതാണ്? ഏറ്റവും ആദ്യം വരേണ്ടത് സമഗ്ര ഘടകമാണ്. അപ്പൊ ഈ മൂന്നെണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അക്ഷരമുണ്ട്, വാക്കുണ്ട്, വാക്യമുണ്ട്. ഇതിൽ സമഗ്രമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് എന്താണ്? കുറേ കൂടിച്ചേർന്ന് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ശരിക്കും ഇത് തന്നെയാണ്, വാക്യമാണല്ലേ. വാക്യമാണ് സമഗ്രമായിട്ടുള്ള ഘടകമായിട്ട് വരുന്നത്. ലളിതമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? വാക്കാണോ അക്ഷരമാണോ? അക്ഷരമാണ്. കാരണം അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? വാക്കുണ്ടാവുന്നത്. വാക്കുകൾ ചേർന്നിട്ടാണ് വാക്യം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ ഞാനിപ്പോ മാർക്ക് ചെയ്തിട്ടുള്ള ഈ എ ഓപ്ഷൻ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടും. അപ്പൊ അങ്ങനെ എവിടെയാ വരുന്നത് നോക്കാം. അപ്പൊ ആദ്യം വാക്യം വരുന്നത് എവിടെയാ നോക്കാം. ഓക്കെ, അപ്പൊ വാക്യം എന്ന് പറയുന്ന സമഗ്ര ഘടകമാണ്. അത് കുറച്ചുകൂടി ലളിതമാവുന്ന സമയത്ത് വാക്കാവുന്നു, അത് അക്ഷരാവുന്നു. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം അല്ലേ. ഇപ്പൊ മാ അല്ലെങ്കിൽ ഴ എന്നൊക്കെ പറയുന്നത് എന്താണ്? അക്ഷരമാണ് അല്ലേ. ഈ മഴ എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് മഴ എന്നുള്ള ഒരു വാക്കുണ്ടാവുന്നത്. ആ മഴയോട് മഴ നനയുന്നു എന്ന് നമ്മൾ എഴുതുവാണെങ്കിൽ അതെന്താണ്? അതൊരു വാക്യമാണല്ലേ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ട് അക്ഷരങ്ങൾ ചേർന്നിട്ട് ഒരു വാക്കുണ്ടാവുന്നു, വാക്കുകൾ ചേർന്നിട്ട് ഒരു വാക്യം ഉണ്ടാവുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ മാർക്ക് ചെയ്തതിൽ ചെറിയ പ്രശ്നം സംഭവിച്ചാണ്. ഓപ്ഷൻ ഡി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ്, ആശയ സ്വീകരണത്തിന് കുട്ടി പ്രയോജനപ്പെടുത്തുന്ന ഭാഷാശേഷി ഏത്? ആശയ സ്വീകരണത്തിന്, സ്വീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ആശയത്തെ ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ആശയത്തെ ഉൾക്കൊള്ളുന്ന സമയത്ത് കുട്ടി പ്രയോജനപ്പെടുത്തുന്ന ഭാഷാശേഷി ഏതാണ്? ഭാഷയുടെ ശേഷി ഏതാണെന്നുള്ളതാണ് ചോദ്യം. വിമർശനം, ലേഖനം, ശ്രവണം, ഭാഷണം. ഇതിൽ ഏതാണ് കുട്ടി ആശയ സ്വീകരണത്തിന് വേണ്ടിയിട്ട്? വിമർശനം എന്ന് പറയുന്നത് ഒരിക്കലും സ്വീകരണമല്ല അല്ലേ, അതൊരു ഡെലിവറി അല്ലേ. നമ്മൾ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒന്നാണ് എന്ത്? വിമർശനം എന്ന് പറയുന്നത്. ലേഖനം, എഴുതുക എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? എഴുതുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത് എന്താണ്? ശ്രവണം എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യണം? പറയുന്ന ആശയം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കണം. അപ്പൊ ആ കേൾക്കൽ എന്ന് പറയുന്ന പ്രക്രിയയാണ് ആശയ സ്വീകരണത്തിന് വേണ്ടി കുട്ടി പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ശ്രവണം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എംബോസ്ഡ് മാപ്പിന്റെ സഹായം പഠനത്തിന് ആവശ്യമായി വരുന്നത് ഏത് വിഭാഗം കുട്ടികൾക്കാണ്? കാഴ്ച പരിമിതിയുള്ളവർ, സംസാര പരിമിതിയുള്ളവർ, ശ്രദ്ധ പരിമിതിയുള്ളവർ, ഓട്ടിസം ബാധിച്ചവർ. ഇതിൽ ഏത് രീതിയിലുള്ള കുട്ടികൾക്കാണ്, ഏത് പരിമിതിയുള്ള കുട്ടികൾക്കാണ് എംബോസ്ഡ് മാപ്പിന്റെ സഹായം ആവശ്യമുള്ളത് എന്നുള്ളതാണ് ചോദ്യം. കാഴ്ച പരിമിതിയുള്ളവരാണ് എംബോസ്ഡ് മാപ്പിന്റെ സഹായം തേടുന്നത്, ആ രീതിയിൽ പഠനം നടത്തുന്നത്. ഓക്കെ, അടുത്തത്, ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഗ്രാഫിക് വായന, കേട്ടെഴുത്ത്, മനോഭൂപടം, എഡിറ്റിംഗ്. അപ്പൊ ഇതിൽ നമ്മൾ എല്ലാ എക്സാമിനും, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലൊക്കെ നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ പറയുന്നത് കേട്ടെഴുത്തൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? തെറ്റുകളൊക്കെ തിരുത്താം. നമുക്ക് തെറ്റിയ വാക്കുകൾ മാത്രം എന്ത് ചെയ്യാം? വീണ്ടും മാറ്റി നമ്മൾ ഇമ്പോസിഷൻ ഒക്കെ എഴുതിയിട്ട് അത് വീണ്ടും പഠിക്കും. പക്ഷെ ഇവിടെ
ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ സൃഷ്ടിപരമായിട്ടുള്ള മാർഗം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ അതേതാണ്? എഡിറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വായിക്കും, നമുക്ക് അവിടെ തെറ്റ് ഏതാന്നുള്ളത് മനസ്സിലായി നമ്മൾ തന്നെ എന്ത് ചെയ്യുകയാണ്? അത് തിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ എഡിറ്റിംഗ് എന്നുള്ളതാണ് ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ അതാ ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് വായിക്കുക, അതിന്റെ കീവേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അടുത്തത് സന്ധിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. പ്രായോഗിക വ്യാകരണത്തിൽ ഇത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് വ്യാകരണം കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രം എഴുതാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നിന്നും ചോദിക്കുന്നത് എന്നുള്ളത്. പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ 4 സന്ധികളാണ് നമുക്കറിയാം. ലോപസന്ധി ഉണ്ട്, ദ്വിത്വസന്ധി ഉണ്ട്, ആദേശസന്ധി ഉണ്ട്, ആഗമസന്ധി ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഇരട്ടിക്കുന്നത് എന്നുള്ള ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, പഠിച്ചു കഴിഞ്ഞാലാണ് എഴുതാൻ വേണ്ടി പറ്റുക, അതല്ലാതെ ഇത് എഴുതാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്? ഇരട്ടിക്കുക എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഇവിടെ ദ്വിത്വം എന്ന് വരുന്നുണ്ടല്ലേ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അത് ദ്വിത്വം ചോദിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത തവണ എന്തായിരിക്കും? ആദേശസന്ധി എന്താണ്, അല്ലെങ്കിൽ ആഗമസന്ധിന്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഓപ്ഷനിൽ അത് തന്നിട്ട് അത് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സന്ധി എന്നുള്ള ഭാഗം കൃത്യമായിട്ട് ഈ 4 സന്ധികളും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദ്വിത്വസന്ധിയാണ്. ഇരട്ടിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ദ്വിത്വം എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന് ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇത് നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള ഒരു പ്രയോഗം തന്നെയാണ്. അപ്പൊ ആ ഒരു ചൊല്ലിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് പരുന്ത്. ഒരിക്കലും ഒരു ചൊല്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ശൈലി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ മതിയല്ലോ, ശൈലി അവിടെ പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ശൈലി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പറയാതെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളച്ചു കെട്ടി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് കൃത്യമായ ചില സന്ദർഭങ്ങളിൽ മാത്രമേ യോജിക്കുകയുള്ളൂ. ആ സന്ദർഭം ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ആ ശൈലി എന്ന് പറയുന്നത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ പറയുന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ തന്നെ ഒഴിവാക്കാം. കാരണം എന്താണ്? ഇതിന് നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതിനും മീതെയാണ് പണം, നിസാരന്മാർ ബഹളം വയ്ക്കും, കുലശ്രേഷ്ഠതയെ അവഗണിക്കും. ഇത് രണ്ടും യാതൊരു ബന്ധവും ഇല്ലാത്തതല്ലേ. ഈ 2 ഓപ്ഷൻസും എന്താണ്? യാതൊരു ബന്ധവും ഇല്ലാതെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണെങ്കിലും തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏതിനും മീതെയാണ് പണം. നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് വായിച്ച് നോക്കാതെ തന്നെ എന്ത് ചെയ്യാം? ബിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം അത്രയും നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ചൊല്ലാണ് എന്ത്? പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോടി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? ആട്, ആന, അമ്പരം, ആഡംബരം, മുകിൽ, മേഘം, ഗുരു, ശിഷ്യൻ. ഇതും ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കത് വായിക്കുന്ന സമയത്ത് തന്നെ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്? ആട്, ആന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അപ്പം തന്നെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അടുത്തത് അമ്പരം, ആഡംബരം എന്നുള്ളതാണ്. അമ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുറ്റം എന്നുള്ള അർത്ഥമാണുള്ളത്. ആഡംബരം നമുക്കറിയാം അല്ലേ. മുകിൽ, മേഘം, ഇതാണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡിയും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഗുരു, ശിഷ്യൻ, ഇത് ഓപ്പോസിറ്റ് അല്ലേ? ഗുരു, ശിഷ്യൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സമാനമായിട്ടുള്ള ഒരേ അർത്ഥത്തിലുള്ള പദജോടി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതേതാണ് വരുന്നത്? മുകിൽ, മേഘം എന്നുള്ളതാണ് ഒരേ അർത്ഥത്തിലുള്ള പദജോടിയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് പൂജക ബഹുവചനം സൂചിപ്പിക്കുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. വൈദ്യർ, അധ്യാപകർ, ദേവന്മാർ, അമ്മമാർ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്താണ് പൂജക ബഹുവചനം എന്നുള്ളത് അറിയണം. ഇതും പ്രായോഗിക വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമുക്ക് 2 വചനത്തെ എന്ത് ചെയ്യാം? 2 ആയിട്ട് തിരിക്കാം. വചനം എന്ന് പറയുന്നത് ഏകവചനവും ഉണ്ടാവും, ബഹുവചനവും ഉണ്ടാവും. ഏകവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. സിംഗുലർ, പ്ലൂറൽ എന്നീ അർത്ഥങ്ങളിലാണ് ഏകവചനം, ബഹുവചനം എന്ന് മലയാളത്തിൽ പ്രയോഗിക്കുന്നത്. അപ്പൊ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ അല്ലെ, ഒറ്റ എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത് എന്താണ്? ഏകവചനമാണ്. അതിന്റെ ബഹുവചനം എന്താണ്?
അധ്യാപകർ. അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുവചനം ആവുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ബഹുവചനം എന്താണെന്നുള്ളതല്ല. കാരണം നമുക്കിത് വായിക്കുമ്പോൾ അറിയാം എല്ലാം ബഹുവചനത്തിലാണ് കിടക്കുന്നത്. അർ എന്ന് പറയുന്ന ഒരു പ്രത്യയമാണ് ഇവിടെ എല്ലാം ചേർന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്? പൂജക ബഹുവചനം. അപ്പൊ എന്താണ് പൂജകം എന്ന് പറയുന്നത്? പൂജകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനം എന്നുള്ള അർത്ഥമാണ്. അതായത് ബഹുമാന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ബഹുവചനം ഏത്? പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രയോഗിച്ചിരിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? ഏകവചനത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ ചേർത്തിട്ടുള്ള ബഹുവചന പ്രത്യയം എന്ന് പറയുന്നത് ആളോടുള്ള ബഹുമാനത്തിന്റെ സൂചനയായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ വൈദ്യർ, അധ്യാപകർ, ദേവന്മാർ, അമ്മമാർ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് അല്ലെ. വൈദ്യർ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലെ. വൈദ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യന്മാർ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ പ്രയോഗിക്കാറുള്ളത് അല്ലെ. പിന്നെ എങ്ങനെയാണ്? വൈദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യൻ. ഓക്കെ, അത് ഏകവചനം തന്നെയാണ്. വൈദ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വൈദ്യന് നമ്മൾ ബഹുമാനം കൊടുക്കുന്ന സമയത്താണ് വൈദ്യർ എന്നുള്ള പ്രയോഗം നമ്മൾ പ്രയോഗിക്കാറുള്ളത്. വൈദ്യന്മാർ എന്ന് പറയുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിലുള്ള ബഹുവചനമായിട്ട് അത് മാറുന്നുള്ളൂ. ബാക്കിയുള്ളത് നോക്കാം. അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം അധ്യാപകർ എന്നുള്ള ഒന്നിലധികം ആളുകൾ എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട്. ദേവന്മാർ എന്ന് പറയുന്ന സമയത്തും ഒന്നിലധികം ആളുകൾ വരുന്നുണ്ട്. അമ്മമാർ എന്ന് പറയുന്ന സമയത്ത് ഒന്നിലധികം ആളുകൾ വരുന്നുണ്ട്. വൈദ്യർ എന്ന് പറയുന്ന സമയത്ത് ഒന്നിലധികം ആളുകൾ വരുന്നില്ല, ഒറ്റ ആള് തന്നെയാണ്. പക്ഷെ അയാൾക്ക് എന്തുണ്ട്? ബഹുമാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് അർ എന്ന് പറയുന്ന പ്രത്യയം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? വൈദ്യർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ വൃത്തത്തിൽ മഞ്ചരി വൃത്തത്തിലാണ് ക്വസ്റ്റ്യൻ. മഞ്ചരി വൃത്തത്തിൽ എന്നാണ്. മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ട കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം. രാമായണം, കിളിപ്പാട്ട്, കൃഷ്ണഗാഥ, രാമചരിതം, ഉമാകേരളം. അപ്പൊ മഞ്ചരി വൃത്തം എന്താണ്? ഉന്തുന്തുന്തുന്തും താളെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു താരാട്ട് പാട്ടിന്റെ ഈണത്തില് ചെറുശ്ശേരി രചിച്ചിട്ടുള്ള കൃതിയാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണഗാഥയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗാഥാവൃത്തമാണ് മഞ്ചരി വൃത്തം. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. രണ്ട് രീതിയിലും ചോദിക്കാം. ഗാഥാവൃത്തം എന്നറിയപ്പെടുന്ന വൃത്തം ഏതാണ്? അതേതാണ്? മഞ്ചരി വൃത്തമാണ്. മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതി ഏതാണ്? കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥ എഴുതിയതാരാണ്? ചെറുശ്ശേരിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് കാറ്റഗറി 1ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പരിചയപ്പെട്ടതോട് കൂടിയിട്ട് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്, ഓരോ ചോദ്യത്തെയും എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.